നേരെ പുലർന്നിട്ടും സുയോധനൻ എഴുന്നേൽക്കാൻ തോന്നിയില്ല. ക്ഷീണം അയാൾ അത്രമേൽ തളർത്തിയിരുന്നു. ദുശാസനൻ നല്ല ഭാരമുണ്ട്. അയാളെ പുഴ മുതൽ കൊട്ടാരം വരെ ചുമന്നെത്തിയപ്പോഴേക്കും തളർന്നു പോയിരുന്നു. എഴുന്നേൽക്കാൻ മടിച്ചു കിടക്കുമ്പോൾ ആരോ വാതിൽക്കൽ മുട്ടി. അയാൾ സാവകാശം എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. അനുജന്മാരിൽ ചിലരാണ്. ദുശാസനൻ അവരിൽ ചിലരെ അയാളുടെ മുൻപിലേക്ക് നീക്കി നിർത്തി. നോക്കൂ ഏട്ടാ, ആ ഭീമന്റെ പ്രവൃത്തി. അയാൾ നോക്കി. പലരുടെയും കൈകാലുകൾ ആഴത്തിലും പരപ്പിലും മുറിഞ്ഞിരിക്കുന്നു. ചോര വാർന്നൊഴുകുന്നുണ്ട്. ഏറ്റവും ഇളയവനായ വീരജസ് ഏകിക്കരയുന്നത് സുയോധനന് സഹിക്കാനായില്ല. എന്തുപറ്റി? അയാൾ ചോദിച്ചു. സുലോചനാണ് മറുപടി പറഞ്ഞത്. ഏട്ടൻ ഭീമൻ നിലത്തൂടെ വലിച്ചിഴച്ചതാണ്. അപ്പോൾ കൂട്ടത്തിൽ നിന്നും ഉപനന്ദൻ മുന്നോട്ട് നീങ്ങി നിന്നു. അവന്റെ കയ്യിൽ ഊരിപ്പിടിച്ച ഏതാനും മുടിനാലുകൾ സുയോധനൻ കണ്ടു. തലയിൽ ചോര പൊടിയുന്നുണ്ട്. അവൻ കരച്ചിലടക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് ഭീമൻ പറിച്ചെടുത്തതാണ്. അതുകൂടി കാണുക സുയോധനിൽ കോപം ഇരച്ചു കയറി. അയാൾ ഉറക്കെ ചോദിച്ചു, ഇതാരോടും പറഞ്ഞില്ലേ ഇതുവരെ? ദുശാസനൻ പറഞ്ഞു, എല്ലാവരോടും. ഇതെല്ലാം കളിയായി കണക്കാക്കിയാൽ മതിയെന്നാണ് അവർ പറഞ്ഞത്. അച്ഛനില്ലാത്ത കുട്ടികളല്ലേ അവർ എന്നാണ് അമ്മ പോലും ചോദിച്ചത്. ആ സമയത്ത് അവിടേക്ക് വിതുരർ അതിവേഗം കടന്നു വന്നു. അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, എല്ലാവരും ഇവിടെ നിൽക്കുകയാണോ? മരുന്നിനായി ബാല്യക്കാർക്കരികിലേക്ക് വിട്ടതല്ലേ ഞാൻ? ചെല്ല്, അവർ അവിടെ കാത്തു നിൽക്കുന്നു. അവർ സുയോധനെ ഒന്ന് നോക്കിക്കൊണ്ട് വിതുരർ പറഞ്ഞതനുസരിച്ചു. അവർക്ക് പുറകിലായി പോകാൻ തുടങ്ങിയ വിതുരരോട് സുയോധനൻ പറഞ്ഞു, ഇളയച്ച, ഇതധികമാവുന്നു. ഭീമൻ ഇങ്ങനെ തുടർന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? വിതുരർ തിരിഞ്ഞു നിന്നു. അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ഉണ്ണി, ഇതൊക്കെ കളികളിൽ സാധാരണമാണ്. ആ മുറിവുകൾ ഉണങ്ങും മുൻപേ അവർ ഇണങ്ങിച്ചേരും. നോക്കിക്കൊള്ളു. പിന്നെ സുയോധനന് സമീപം കൂടുതൽ ചേർന്ന് നിന്ന് വിതുരർ തുടർന്നു, നീയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി. ദുശകരങ്ങളുമായി ജനിച്ചവനാണ് നീ. അതും പറഞ്ഞ് വിതുരർ വേഗത്തിൽ അവിടെ വിട്ടുപോയി. സുയോധനൻ നിശബ്ദനായി കിടപ്പുമുറിയിലേക്ക് മടങ്ങി. അപ്പോൾ തുറന്നു കിടക്കുന്ന ജാലകത്തിനപ്പുറം ആരോ പൊടുന്നനെ മറയുന്നത് അയാൾ കണ്ടു. അയാൾ വേഗം ജനലിനരികിലെത്തി പുറത്തേക്ക് നോക്കി. ഭീമനും അർജുനനും ഒന്നും അറിയാത്ത മട്ടിൽ നടന്നു പോകുന്നു. സുയോധനൻ ജാലകവാതിലുകൾ ബന്ധിക്കാൻ തുനിയുമ്പോൾ തൊടിയിലെ മാവിൻ ചുവട്ടിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് കണ്ടു. അയാൾ സുയോധനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് അയാൾ കാണുന്നത്. സുയോധനൻ ആംഗ്യം കൊണ്ട് അയാളോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ചെന്നു. സൂര്യനെ പോലെ തേജസ്വിയാണ് അയാളെന്ന് അടുത്തെത്തിയപ്പോഴാണ് സുയോധനന് ബോധ്യമായത്. കാതിലെ വജ്രകുണ്ടലങ്ങളിൽ നിന്നും പ്രകാശരേണുക്കൾ പൊഴിയുന്നു. അയാൾ സുയോധനെ നോക്കി പുഞ്ചിരിച്ചു. അതിലെ വശ്യതയും ആത്മാർത്ഥതയും തന്നെ കീഴടക്കിയതുപോലെ തോന്നി സുയോധനന്. അയാൾ മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ രാധേയനാണ്, ഇവിടുത്തെ അതിരഥപുത്രൻ. സുയോധനൻ അത്ഭുതപ്പെട്ടു. സൂതപുത്രനാണെന്ന് കാഴ്ചയിൽ തോന്നുകയില്ല. അത്ര തേജസ്സുണ്ട്. അയാളുടെ വജ്രകുണ്ടലത്തിലേക്കും പടച്ചട്ടയിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു സുയോധനൻ. അത് കണ്ട് അയാൾ പറഞ്ഞു, ഇതെല്ലാം ജന്മനാ ലഭിച്ചതാണ്. പ്രകാശം പൊഴിക്കുന്ന ഈ കുണ്ടലങ്ങളുടെ പേരിൽ കർണൻ എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. സുയോധനൻ ഒന്നും പറഞ്ഞില്ല. ഒരു പ്രത്യേക സ്നേഹവായ്പ് അയാളോട് തോന്നി. പിന്നെ ഒരു ഇളങ്കാറ്റുപോലെ സുയോധനൻ കർണനെ ആശ്ലേഷിച്ചു.